ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാനിപ്പോൾ ലണ്ടനിലാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മസാല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു പരിതാപകരമായ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മൾ നിർത്തിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് നേരെ പോയത്. അവിടുന്ന് ഒരു 20 മിനിറ്റ്സ് നടന്നാൽ മതി ലണ്ടൻ ബ്രിഡ്ജിലേക്ക്. ബസ് എടുത്താൽ ഒരു 2 സ്റ്റോപ്പ്. ഞാൻ ബസ് എടുത്തിട്ടാണ് പോയത്. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ ഞാൻ ബ്രിഡ്ജ് എത്തി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈ നടക്കുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഈ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്നിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾക്കാണ് ഏറ്റവും ഭംഗിയുള്ളത്. കാരണം വലിയ വീതിയിലായിട്ട് തേംസ് റിവർ ഒഴുകുന്നു. അതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇങ്ങനെ ടവർ ബ്രിഡ്ജ് കാണാം. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബ്രിഡ്ജാണ്. ഞാൻ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അങ്ങേയറ്റം വരെ നടക്കുന്നതിന് പകരം അവിടെ സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മുടെ ടവർ ബ്രിഡ്ജിലേക്ക് പോകാനായിട്ട്. കാരണം ആ വഴി നടന്നു പോകുമ്പോൾ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. ഈ കാണുന്നതാണ് HMS ബെൽഫാസ്റ്റ് റോയൽ നേവി വാർഷിപ്പ്. ഇത് 2ാം ലോക മഹായുദ്ധത്തിലും കൊറിയൻ വാറിലും അതുപോലെ ഒരുപാട് മിഷനിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു കപ്പലാണ്. ഇത് ഇന്നൊരു ഫ്ലോട്ടിംഗ് മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ 3 ആൾക്കാരെ കാണുന്നത് അവർ യൂട്യൂബേഴ്സ് ആണെന്ന് പിന്നീട് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ടവർ മില്ലേനിയം പിയർ കാണാം. ഇവിടുന്ന് നമുക്ക് ബോട്ട് സർവീസസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ഊബർ ബോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ സൈറ്റ് സീയിങ് ക്രൂസ് ഉണ്ട്. ഒരു 30 to 45 മിനിറ്റ്സ് റൈഡാണ് ഇതിലൊക്കെ വരുന്നത്. ഈ തേംസ് റിവറിൽ കൂടെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ കാണിച്ചു തരുന്ന കൊണ്ടുപോകുന്ന ഒരു നല്ല ആക്ടിവിറ്റിയാണത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഒരു സൊവിനിയർ ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. അവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ ടവർ ഓഫ് ലണ്ടൻ്റെ ആ ഒരു എൻട്രൻസിലേക്കാണ്. ഈ ഒരു ടവർ ഓഫ് ലണ്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊഹിനൂർ ഡയമണ്ട് ഇവിടെയാണ് ഉള്ളത്. അതായത് ക്വീൻ എലിസബത്തിൻ്റെ ക്രൗൺ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഇവിടെയാണ്, ക്രൗൺ ജുവൽ കളക്ഷനിൽ. അങ്ങനെ എന്തായാലും അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഓൺ ദ വേയിൽ നമ്മുടെ ടെസ്കോയിൽ കയറി കുറച്ച് വെള്ളവും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഈ ടവർ ഓഫ് ലണ്ടനിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് നടന്നാൽ എനിക്ക് എൻ്റെ ഹോസ്റ്റലെത്താം. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ അടുത്തുള്ള ലെബനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എനിക്കുള്ള ഡിന്നറൊക്കെ വാങ്ങിയിരുന്നു. അവരെനിക്ക് ഡിന്നറിൻ്റെ കൂടെ ഒരു പാക്കറ്റ് ചിപ്സ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.